ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ആ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും, ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ്. അപ്പം ആ സമയത്ത് നേരെ നരസിംഹമൂർത്തി നമ്മുടെ എല്ലാ ശത്രുബാധകളെയും ഇല്ലാതാക്കി തരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമായിട്ടാണ് നാരായണീയത്തെ കണക്കാക്കുക. കാരണം ഭാഗവതത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നാരായണീയത്തിലുണ്ട്. അതിൽ നിന്ന് ഒരു പടി വ്യത്യസ്തമായിട്ട് നാരായണീയം ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ടാണ് നേരെ ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റത് ഭാഗവതം മോക്ഷപ്രധാനമാണ് എന്നതാണ് സത്യം. ഭാഗവതം മോക്ഷപ്രധാനമാണ്. ഇതങ്ങനെയല്ല, ഇത് നേരെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ടാണ് നാരായണീയത്തിലെ ആ ഓരോ അധ്യായങ്ങൾക്കും ശ്ലോകങ്ങൾക്കൊക്കെ തന്നെ പ്രധാന പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് നേരെ ആ ശ്ലോകം അല്ലെങ്കിൽ ആ അധ്യായം ദശകം, അപ്പോൾ വായിക്കുന്നപ്പോഴും ദശകം വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണഫലം കിട്ടും. അപ്പോൾ ദശകം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഭക്തി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അത് നേരെ മൂന്നാമത്തെ ദശകത്തിൽ വരുമ്പോൾ നേരെ പറയുന്നത് എന്താണ്? ഭക്തി ഉണ്ടാക്കണം എന്ന്. ഭക്തി വർധനമാണ് ലോകത്തിൽ നമുക്ക് ആവശ്യം എന്നാണ്. അപ്പം അതിന് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കാൻ. അതാണ് പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാഹ എന്ന് പറഞ്ഞിട്ടാണ് ഭക്തി വർദ്ധിക്കണം എന്നാണ്. ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഭക്തന്മാരല്ലാത്ത നിരവധി ആൾക്കാരുണ്ട്, അപ്പോൾ ഭക്തി ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ ഭക്തി ഈശ്വരങ്കിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കുള്ളൂ. അതാണ് പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാഹ. അപ്പോൾ അങ്ങനെ എന്താ കാരണം? നമ്മൾ നേരെ ഒരു ഇല ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഈശ്വരങ്കിലേക്ക് എത്തും, സമുദ്രത്തിലേക്ക് എത്തും, ഒഴുക്കുള്ള നദിയിൽ. അപ്പം അതാണ് ഈ ഭഗവാന്റെ നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാഹ. അപ്പോൾ നേരെ അതിങ്ങനെ ഒരു ചാലിൽ കൂടി ഒഴുകിയിട്ട് നിപതിതാഹ സിന്ധുവിൽ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെ ഭഗവാന്റെ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ അതവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ആ ദശകത്തിൽ, മൂന്നാമത്തെ ദശകത്തിൽ ഒന്നാമതായിട്ട് വരുന്നത്. അതാണ് ഭക്തി സംവർദ്ധകം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഭക്തി പ്രാർത്ഥനയിൽ പറയുന്നതാണ് ഭഗവാന്റെ നേരെ പായിച്ചു കൊള്ളാം എന്നങ്ങനെ മൂന്നാമത്തെ ദശകത്തിൽ പറയും. പഠന്തോ നാമാനി എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകമാണ് പറയുക. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് കാര്യം. പിന്നെ അതിലേക്ക് വരുമ്പോൾ ആ ഭഗവാന്റേതായിരിക്കുന്ന ആ ഭഗവാൻ നമ്മളെ സദാസമയത്തും കാത്തുരക്ഷിക്കും എന്നെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഭഗവാനോട് എനിക്ക് ഭക്തി ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയാൻ. അപ്പോൾ ഭഗവാൻ അങ്ങയിൽ ഭക്തി വർദ്ധിച്ചതായിരിക്കുന്ന എനിക്ക് അങ്ങ് നേരെ കാര്യങ്ങൾ ചെയ്യുന്നില്ല, നേരെ മറിച്ച് ഭക്തി ഇല്ലാത്തവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊരു പരിഭവം പോലെയും പറയുന്നുണ്ട് ആ ദശകത്തിൽ. അതുകൊണ്ടാണ് അങ്ങ് അസക്ത എന്ന് പറയും. അപ്പോൾ അത് ശരിയാണോ എന്ന് ഭഗവാനോട് ഒരു പരിഭവം ചോദിക്കുന്നുണ്ട്. അത് ആ ദശകത്തിലുള്ളതാണ്. അതേപോലെ നമുക്ക് ഈ ധനമുണ്ടാകണം, സമ്പത്തുണ്ടാകണം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സമയത്ത് എന്താണ്? ലക്ഷ്മീദേവി അങ്ങയുടെ വക്ഷസ്സിലാണ് താമസിക്കുന്നത്. അതാണ് നാലാമത്തെ ദശകത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്മീ സ്ഥാവക രാമണീയ ഹൃദയി എന്നാണ് ശ്ലോകം തുടങ്ങുന്നത്. അപ്പം അങ്ങയുടെ ആ ഈ ഹൃദയത്തിൽ മാറിടത്തിലാണ് ലക്ഷ്മീദേവി സ്ഥിരമായിട്ട് ഇരിക്കുക. അപ്പോൾ ഐശ്വര്യം വേണം എന്നുള്ളവരെന്താ ചെയ്യേണ്ടത്? ലക്ഷ്മി ആരാധിക്കേണ്ട ആവശ്യമില്ല, ഭഗവാനെ ആരാധിച്ചാൽ മതി. കാരണം ഭഗവാന്റെ മാറിടത്തിലാണ് ലക്ഷ്മീദേവി ഇരിക്കുന്നത്. അതാണ് ലക്ഷ്മീ സ്ഥാപക രാമണീയ ഹൃദയ് ഏവം പരേഷു അസ്ഥിരേ എന്നാണ് പറയുക. ഏവം പരേഷു അസ്ഥിരേ. സാധാരണ ലക്ഷ്മീദേവി അസ്ഥിരയാണ്. ലക്ഷ്മീദേവി ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല എന്നാണ്. അതിങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കും. ലക്ഷ്മി വേറൊരിടത്തും സ്ഥിരമായിട്ട് നിൽക്കില്ല. പരേഷു അസ്ഥിരേ. പക്ഷേ അതിന് വിപരീതമായിട്ട് എന്താണ്? അങ്ങയുടെ മനസ്സിൽ, അങ്ങയുടെ ഹൃദയത്തിൽ ലക്ഷ്മീദേവി സ്ഥിരമായിട്ട് ഉറച്ചിരിക്കുന്നു. അപ്പോൾ അന്യതപി എന്നാണ് പറയുക. അപ്പം മറ്റുള്ളവരിൽ ലക്ഷ്മി ഇരിക്കുന്നില്ലെങ്കിലും അങ്ങയിൽ ലക്ഷ്മീദേവി സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങയെ ഭജിച്ചാൽ പോരെ എന്നാണ്.
അപ്പോൾ അതുകൊണ്ട് ആ ശ്ലോകം ജപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ സ്ഥിരമായിട്ടിരിക്കുന്ന ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ ധനധാന്യ സമൃദ്ധിക്ക് ആ ശ്ലോകം ഏറ്റവും നല്ലതായിട്ട് വരും. പിന്നീട് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചെല്ലാം വർണ്ണിച്ച ശേഷം പിന്നീട് വരുന്നതാണ് നേരെ വരാഹാവതാരത്തെക്കുറിച്ച് പറയാം. വരാഹാവതാരത്തിൽ നേരെ ഭഗവാൻ നേരെ വരാഹാവതാരം എടുത്തപ്പോൾ ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയെ ഉദ്ധരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേതായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും തീരാനായിട്ടാണ് വരാഹാവതാരം നമ്മൾ പാരായണം ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സാധാരണ വാസ്തുദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നേരെ ആ വരാഹ അവതാരത്തെ നമ്മൾ വായിച്ചാൽ മതി എന്നാണ്. അപ്പോൾ അതാണ് നേരെ. അപ്പോൾ അതിന് നേരെ മുസ്താങ്കുരം ഇതാണ് പറയുക. മുസ്താങ്കുരം എന്ന് വെച്ചാൽ നേരെ സാധാരണഗതിയിൽ ഒരു മുത്തങ്ങ കിഴങ്ങിൻ്റെ വലിപ്പമുള്ള ഭൂമിയെ ഭഗവാൻ ഇങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ അത് ഭൂമിയിലെ ഗ്രഹദോഷങ്ങൾ തീരാനായിട്ടാണ്. ഭൂമി സംബന്ധമായ വാസ്തുദോഷങ്ങളൊക്കെ തീർക്കുന്നത് ആ ഒറ്റ കാര്യത്തിലാണ്. അപ്പോൾ അതേപോലെ വരാഹാവതാരം കഴിഞ്ഞ് പിന്നീട് കപിലാവതാരം, കപിലോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സന്മാർഗത്തിലേക്കുള്ളതാണ് കപിലോപദേശം. അപ്പോൾ കപിലോപദേശം എന്ന് വെച്ചാൽ എല്ലാ ഉപദേശങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ഉപദേശങ്ങൾ എന്താണ്? ആ ഉപദേശങ്ങളിൽ പറയുന്നത് നേരെ ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ നേരെ നമുക്കായിട്ട് ഉപദേശങ്ങൾ തീരും. അപ്പം അതിലാണ് പറയുക നമ്മൾ ആ ഭഗവാന്റേതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളാം, പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ ഭക്തിയുടെ പൂർണ്ണഭാവമായിട്ടാണ് കപിലോപദേശത്തിൽ. അത് നേരെ വരുന്നത് 15ാമത്തെ ദശകത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രയോജനം വരുന്നതായിരിക്കുന്ന ഒരു ദശകം എന്ന് പറഞ്ഞാൽ നരസിംഹാവതാരത്തിൻ്റെ ദശകമാണ്. 25ാമത്തേതാണ് നരസിംഹാവതാരം. 24ാമത്തേതിൽ പ്രഹ്ലാദൻ്റേതായിരിക്കുന്ന ആ ഒരു ചിന്താഗതിയും അതേപോലെ സ്തുതിയാണ്. അപ്പോൾ 25ലാണ് നേരെ നരസിംഹാവതാരം വരിക. അതാണ് സ്തംഭേ ഘട്ടയതോ എന്നുള്ളതായിരിക്കുന്ന ശ്ലോകമാണ്. സ്തംഭേ ഘട്ടയതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തംഭം പടർന്ന് വരുന്നതായിരിക്കുന്ന നരസിംഹമൂർത്തി വരുമ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ ആ നരസിംഹാവതാരത്തിൽ 2 ശ്ലോകങ്ങളിലാണ് അത് വരിക. സ്തംഭേ ഘട്ടയതോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് നരസിംഹമൂർത്തിയുടെ പായാൽ നൃസിംഹോ ബവു, അവസാനം പായാൽ നൃസിംഹോ ബവു, അല്ലെങ്കിൽ നരസിംഹരൂപനെ കാത്തുരക്ഷിക്കട്ടെ എന്നങ്ങോട്ട് പറയും. അപ്പോൾ ആ സമയത്ത് നേരെ നരസിംഹമൂർത്തി നമ്മുടെ എല്ലാ ശത്രുബാധകളെയും ഇല്ലാതാക്കി തരും. അതാണ് നരസിംഹാവതാരം വായിച്ചാലുള്ള ഫലം, എല്ലാ തടസ്സങ്ങളും നീക്കിത്തരുന്ന. പിന്നെ നേരെ ഉള്ളതായിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴാണ് നേരെ മഹാബലിയുടെ ദർപ്പശമനം, അതെല്ലാം എല്ലാത്തിനും ഓരോ ദശകൾക്കും ഓരോ ഫലങ്ങളുണ്ടെങ്കിലും പിന്നെ കൃഷ്ണാവതാരത്തിലേക്ക് വരുമ്പോഴാണ് നേരെ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കൃഷ്ണാവതാരം വായിക്കുന്നത്. അപ്പം അതിൽ നേരെ സന്താനങ്ങൾ കൃഷ്ണാവതാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് മത്സ്യാവതാരമുണ്ട്, വാമനാവതാരമുണ്ട്, ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ അവതാരങ്ങൾക്കും പ്രധാന ഭാഗം ഉണ്ടെങ്കിലും കൃഷ്ണാവതാരം സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സന്താനഗോപാലത്തിൻ്റേതായിരിക്കുന്ന ഭാവം, അപ്പോൾ കുട്ടികളുണ്ടാകാനായിട്ട് കൃഷ്ണാവതാരം വായിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൃഷ്ണാവതാരത്തിൻ്റെ ദശകം എന്ന് പറയുന്ന സമയത്ത് നേരെ കൃഷ്ണാവതാരം വരുന്നത് 38ാമത്തെ ദശകത്തിൽ വരും. 38ാമത്തെ ദശകത്തിലാണ് കൃഷ്ണാവതാരം വയ്ക്കുക. അപ്പോൾ നേരെ അതിനു മുമ്പുള്ളതായിരിക്കുന്ന സാന്ദ്രാനന്ദതനോ എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ സാന്ദ്രാനന്ദതനോ എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ശ്ലോകം വരുമ്പോൾ നമ്മുടെ മനസ്സ് സാന്ദ്രമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നേരെ ആ സാക്ഷാൽ ആ കൃഷ്ണൻ്റെ അവതാരം നേരെ ഉണ്ടാകുന്നതായിട്ട് പറയും. അപ്പോൾ ദേവകിയുടെ കാരാഗ്രഹത്തിൽ നേരെ ഭഗവാൻ അവതരിക്കുന്നതായിരിക്കുന്ന ഭാഗം വായിക്കുമ്പോഴാണ് ആ ഭഗവാൻ അവതരിച്ച് നേരെ വരുന്നു. അപ്പോൾ ആ വരുന്നതായിരിക്കുന്ന ഭാഗം വായിക്കുമ്പോൾ ആ 2 ദശകങ്ങളും പ്രധാനമാണ്. അതിൽ 38ാമത്തെ ദശകത്തിലാണ് വരിക. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ സന്താന ലബ്ധി ഉണ്ടാകും. അതാണ് ആ കൃഷ്ണാവതാരത്തിൻ്റെ ഭാഗം. ശ്ലോകം മാത്രമല്ല, ആ ദശകം പൂർണ്ണമായിട്ട് വായിക്കുമ്പോഴാണ് പൂർണ്ണമായ ഫലം കിട്ടുക നമുക്ക്. അത് 10 ശ്ലോകങ്ങളുണ്ട്. ആ 10 ശ്ലോകങ്ങൾ വായിക്കണമെന്നാണ്. പിന്നീട് അടുത്ത ശ്ലോകം 39ാമത്തെ ശ്ലോകത്തിലേക്ക് വരുന്ന സമയത്താണ് യോഗമായാദേവി പ്രാദുർഭവിക്കുന്നതും കംസൻ്റെ കയ്യിൽ നിന്ന് നേരെ അഷ്ടഭുജാദേവിയായിട്ട് പോകുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഭാഗമാണ് നേരെ അതിൽ പറയാം. അപ്പോൾ യോഗമായാദേവി അടുത്ത് കല്ലിൽ അടിക്കാൻ നോക്കിയ സമയത്താണ് നേരെ ആകാശത്തേക്ക് പോയിട്ട് പറഞ്ഞിട്ട് നിൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്ന് ദേവി നേരെ മുന്നറിയിപ്പ് കൊടുക്കണം. അത് കുട്ടികൾക്കുള്ളതായിരിക്കുന്ന
എല്ലാ ബാലപീഠകളും ജനിക്കുന്ന സമയത്ത് ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടാവും. ആ പീഠകളൊക്കെ മാറാനായിട്ട് 39ാമത്തെ ദശകം ആ ആകാശത്തേക്ക് പോകുന്നതായി നഷ്ടഭുജാദേവിയായിട്ട് പോകുന്ന ഭാഗമുണ്ട്. അതാണ് ആദ്യത്തെ ശ്ലോകം. അപ്പോൾ ആ ശ്ലോകം ആദ്യത്തെ ശ്ലോകം വായിച്ചാൽ നമ്മുടെ കുട്ടികൾ പ്രസവിക്കുന്ന സമയത്തുള്ളതായിരിക്കുന്ന ദോഷമുണ്ട്. അപ്പോൾ ആ പ്രസവിക്കുന്ന സമയത്ത് ആ ഗ്രഹനിലകളും അതേപോലെ ആ സമയത്തുള്ള അന്തരീക്ഷത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതൊന്നാണ്. പിന്നെ കുട്ടികളുടെ മറ്റ് ഇതിലേക്ക് വരുന്ന സമയത്താണ് നേരെ പൂതന. പിന്നെ 40ാമത്തിലേക്ക് വരും പൂതന വരും. പൂതന മോശം വായിക്കുന്ന സമയത്ത് പൂതന ആതനുദാസുഗന്ധി എന്നാണ് പറയുക. അപ്പോൾ പൂതന വരികയും ഉണ്ണി എടുത്തിട്ട് ഇങ്ങനെ വന്ന സമയത്ത് നേരെ ആ ഉണ്ണിക്കണ്ണൻ നേരെ പൂതനയുടെ ശരീരത്തിലെ പ്രാണൻ വലിച്ചെടുത്തു എന്നാണ് പറയുക. അപ്പോൾ പ്രസവിക്കാത്തതായിരിക്കുന്ന പൂതനയ്ക്ക് മുലപ്പാൽ കഴിഞ്ഞിട്ടും ഭഗവാൻ ഇങ്ങനെ ധാരാളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് പൂതന ആകാശത്തേക്ക് പോയിട്ട് നേരെ താഴത്തേക്ക് അങ്ങനെ പോയി. അപ്പോൾ ആ കിടക്കണതായിരിക്കുന്ന പൂതനയുടെ ശരീരത്തിൽ നിന്ന് നേരെ ആ ഉണ്ണി എടുക്കാനായിട്ട് ഗോപസ്ത്രീകൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ. എടുത്തിട്ട് അവരെന്നേരം എന്ത് ചെയ്തു, അവരിങ്ങനെ ആ കൈമാറി യശോദയുടെ എത്തിയെന്നാണ്. അപ്പോൾ എന്തു പറ്റി, പൂതനയുടെ ശരീരവും നേരെ ശുദ്ധമായി കത്തിച്ചപ്പോൾ നല്ല സുഗന്ധം വന്നു, പൂതനയ്ക്ക് മോക്ഷം കിട്ടി. അതാണ് പൂതന ആതനുദാസുഗന്ധി എന്നാണ് പ്രയോഗം. അപ്പോൾ പൂതനയുടെ ശരീരവും പോലും സുഗന്ധമായിട്ട് വഹിച്ചു. അപ്പോൾ ശരീരവും ശുദ്ധമായി മനസ്സ് ശുദ്ധമായി എന്നാണ്. അപ്പോൾ ശരീരവും മനസ്സും അതേപോലെ ശുദ്ധമായി തീർന്നതാണ് പൂതന മോക്ഷം എന്ന് പറയാം. അത് ബാലപീഠകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം നേരെ ബാലപീഠ എന്ന് പറയും. കാരണം കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ ആ ചുറ്റുപാടുള്ള ഗ്രഹങ്ങൾക്ക് ചെറുതായിരിക്കുന്ന ഒരു ദൃഷ്ടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു കുട്ടി ജനിക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും തന്നെ ദൃഷ്ടി കുട്ടിയിലേക്ക് വരും. അതിൽ നല്ല ദൃഷ്ടി ഉണ്ടാവും, ചീത്ത ദൃഷ്ടി ഉണ്ടാവും. അപ്പോൾ നേരെ ചില ഗ്രഹങ്ങൾ ചീത്ത ദൃഷ്ടിയാണ്. അപ്പോൾ ചൊവ്വ അതേപോലെ തന്നെ ശനി ഇതൊക്കെ നോക്കുന്ന സമയത്ത് ആ ദൃഷ്ടിദോഷം ഉണ്ടാവും. ആ ദൃഷ്ടിദോഷം മാറാനായിട്ടാണ് പൂതനാമോക്ഷം എന്നുള്ള 40ാമത്തെ ദശകം വായിക്കുക. അപ്പോൾ അതിൽ നേരെ ആ പൂതനാമോക്ഷത്തിൽ വായിച്ചു കഴിഞ്ഞാൽ 1ാമത്തെ ശ്ലോകം മുതൽ അവസാനം വരെ പൂതന വരുന്നതും നേരെ മുലപ്പാല് കുടിച്ച് ആകാശത്തിലേക്ക് പോകുന്നതും പിന്നെ നേരെ പൂതന ആതനുദാസുഗന്ധി എന്ന് പറഞ്ഞിട്ട് നിർത്തണതൊക്കെ തന്നെ ആ ഭാഗങ്ങൾ. ആതനുദാസുഗന്ധി എന്ന് പറഞ്ഞിട്ടാണ് നേരെ ആ ശ്ലോകത്തിൽ അതിൽ പ്രധാനപ്പെട്ട ശ്ലോകം. അപ്പോൾ നമ്മുടെ എല്ലാ ബാലദോഷങ്ങളും അതേപോലെ ആ ദൃഷ്ടിദോഷങ്ങളൊക്കെ തന്നെ മാറിയിട്ട് കുട്ടി വളരെ നല്ല ഭംഗിയായിട്ട് വളർന്നു കിട്ടും. അതാണ് അതിലുള്ളതായിരിക്കുന്ന കാര്യം. അതാണ് ബാലന്മാരുടെ ആ ബാലലീലയിൽ അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. അശകടാസുരനായാലും മറ്റെല്ലാ അസുരന്മാർ വരണ സമയത്തൊക്കെ തന്നെ അതേപോലെ നേരെ സാക്ഷാൽ മറ്റേ ഉലൂഖല ബന്ധനം എന്ന് പറയും. 45ാമത്തെ ദശകമാണ് ഉലൂഖല ബന്ധനം നാരായണീയത്തിൽ. അപ്പോൾ ഉലൂഖല ബന്ധനം വരുന്ന സമയത്ത് ആ ഉലൂഖല ബന്ധനത്തിൽ ഭഗവാൻ മുന്നേ മുട്ടിട്ടിട്ട് നേരെ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞിട്ട് പോയിട്ട് നളകൂപര മണിഗിരിവന്മാരുടെ അടുത്തുകൂടി പോയ സമയത്ത് അത് 12 അംഗഭാഗത്തേക്ക് പോയിട്ട് നേരെ അവരെ ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ ഭക്തന്മാരായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് ഇനി ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് ഭഗവാനെ കണ്ടുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്തപൂജ കർമ്മസു എന്നൊക്കെ പറയും. കൈകളെ കൊണ്ട് ഭഗവാന്റെ പൂജകൾ ചെയ്തു കൊള്ളാം. അതേപോലെ ഭഗവാന്റെ കാതുകളെ കൊണ്ട് ഞങ്ങളുടെ കാതുകളെ കൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് ഭക്തന്മാരുടെ അവരങ്ങനെ പറയും. ആ ഭാഗങ്ങൾ അതാണ് ഹസ്തപൂജ കർമ്മസു എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ്. അപ്പോൾ ആ ഉലൂഖല ബന്ധനത്തിലുള്ളതെന്ന് വെച്ചാൽ ഉലൂഖല ബന്ധനം എന്ന് വെച്ചാൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ആ ഉലൂഖല ബന്ധനം വായിച്ചാൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും. ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ഉലൂഖല ബന്ധനത്തിൽ ഉള്ളതായിരിക്കുന്ന ഭാഗം. കാരണം ദൂരെയാണ് നളകൂര മണിഗിരിവന്മാർ ദൂരെ 2 വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നു. അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നിവർത്തിയില്ല. അപ്പോൾ നമുക്ക് പല കാരണങ്ങളെ കൊണ്ടും രോഗാവലംബിയായിട്ട് കിടക്കും. ഗുരുവായൂർ പോകണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, തിരുപ്പതി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല. നമ്മുടെ ആ ശരീര അസ്വാസ്ഥ്യം കൊണ്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, കാരണം മരങ്ങൾക്ക് കാലില്ലാത്തതുകൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് വന്ന് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടം അവർ പറഞ്ഞു. അപ്പോഴാണ് കെട്ടിയിട്ടിരുന്ന് ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ ഭഗവാൻ നേരെ അങ്ങോട്ട് നീങ്ങിയത്. അപ്പം അങ്ങനെ നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നേരെ അവരുടെ അടുത്തേക്ക് പോയി അവർക്ക് മോക്ഷം കിട്ടിയെന്നാണ്. അപ്പം ആ ദശകം 45ാമത്തെ ഉലൂഖല ബന്ധനം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ അവശതയായിട്ട് കിടക്കുന്നു. അപ്പോൾ പുറത്തു പോകാൻ നിവൃത്തിയില്ല, രോഗാതുരയായിട്ട് കിടക്കുന്നു.
അങ്ങനെയുള്ളവരത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ അവരുടെ മുമ്പിലേക്ക് വരും. ഭഗവത് ദർശനം അവർക്ക് നേരെ ഭഗവാന്റെ അന്തർദർശനം നടത്തും. ഭഗവാന്റെ ദർശനവും സാമീപ്യവും അവർക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഓരോ ഭാഗങ്ങളാണ് ആ നാരായണീയത്തിലെ ഓരോ ദശകങ്ങൾക്ക് ഓരോ പ്രാധാന്യമുണ്ട്. പിന്നീട് നേരെ ഭഗവാന്റേതായിരിക്കുന്ന വനഭോജനം, അതേപോലെ പിന്നീട് ഉള്ളതായിരിക്കുന്ന കാളിയമർദ്ദനം. ഇതെല്ലാം കാളിയമർദ്ദനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണഗതിക്ക് ഈ വീടുകളിലൊക്കെ സർപ്പദോഷം എന്നൊരു സംഗതിയുണ്ട്. സർപ്പക്കാവ് ഉണ്ടായിരുന്നിട്ട് പൂജിച്ചിട്ടില്ല, അല്ലെങ്കിൽ സർപ്പത്തെ എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു നമ്മൾ. പക്ഷെ സർപ്പത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്, അപ്പോൾ സർപ്പം പോകുന്നില്ല. അപ്പോൾ ആ സമയത്താണ് 3 ദശകങ്ങളായിട്ടാണ് കാളിയമർദ്ദനം പറയുകയാണ്. അപ്പം അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആ ഭാഗം 2ാമത്തെ ഭാഗമാണ്. ആ കാളീൻ്റെ മേലെ നർത്തനമാടുന്ന ഭാഗമാണ്. അപ്പോൾ നേരെ ഭഗവാൻ ഇങ്ങനെ നർത്തനം ചെയ്യുന്നതായിരിക്കുന്ന ആ ഒരു മനോഹരമായിരിക്കുന്ന ഭാഗമാണ് എടുത്തെങ്കിൽ പറയും. അപ്പോൾ കാളീൻ്റെ അടുത്ത് വന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, അപ്പോൾ ഭഗവാൻ നന്നർത്ത എന്നാണ് പറയാം. ഭഗവാൻ ആ കാളിയൻ്റെ ശിരസിൽ നന്നർത്ത എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ആ ശ്ലോകം വായിക്കുമ്പോൾ ഭഗവാൻ നന്നർത്ത എന്നാണ്, ഭഗവാൻ നൃത്തം ചെയ്തു എന്നാണ്. അപ്പോൾ നൃത്തം ചെയ്യുന്ന ആ ഭാഗം, ആ ശ്ലോകം മാത്രം വായിച്ചാലും മതി, അല്ലെങ്കിൽ ആ ദശകം മുഴുവൻ വായിക്കാം. അപ്പോൾ 3 ദശകമാണ് കാളിയമർദ്ദനം. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ സർപ്പദോഷങ്ങളും നമുക്ക് ഇല്ലാതായിട്ട് തീരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നേരെ ആ ഉള്ള ഭാഗങ്ങളൊക്കെ തന്നെ ആ നന്നർത്ത എന്നുള്ള ഗുരും നന്നർത്ത, സകല ലോകങ്ങൾക്കും ഗുരുവായിരിക്കുന്ന ഭഗവാൻ അതിൽ നൃത്തം ചെയ്തു എന്നാണ്. അപ്പോൾ സകല ലോക ഗുരും നന്നർത്ത എന്നാണ് പറയാം. ആ ശ്ലോകം മാത്രം വായിച്ചാലും നേരെ ആ താണ്ഡവത്തിൻ്റെ ഭാഗമായി എന്നാണ് പറയാം. അപ്പം നമ്മുടെ സർപ്പദോഷങ്ങളൊക്കെ അതിൽ തീർന്നു കിട്ടും. പിന്നെ കാളിയമർദ്ദനം കഴിഞ്ഞാൽ പിന്നീട് ഗോവിന്ദ പട്ടാഭിഷേകമാണ് വരിക. അപ്പോൾ അതിലാണ് പിന്നെ 64ാമത്തെ ദശകം ഗോവിന്ദ പട്ടാഭിഷേകത്തിലേക്ക് വരും. ഗോവിന്ദ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്യാണ്. അപ്പോൾ അതാണ് സുരഭി നേരെ ആകാശഗംഗയെ നേരെ പാലുകൊണ്ട് അഭിഷേകം ചെയ്തു. ഇന്ദ്രൻ ആകാശഗംഗയെ കൊണ്ടുവന്നു. നേരെ ഭഗവാന് നേരെ ഗോവിന്ദം ഇത് ജാഭ്യതാത് എന്നാണ് പറയുക. ഗോവിന്ദം ഇത് ജാഭ്യതാത്, ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഭിഷേകം ചെയ്തു എന്നുള്ള, അതാണ് ഗോവിന്ദ ഇത് ജാഭ്യത എന്നുള്ള ശ്ലോകത്തിനുള്ള പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗം അതാണ്. അപ്പോൾ ആ ശ്ലോകം വായിച്ചാൽ, അപ്പോൾ ഗോവിന്ദ 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 എന്ന് പറഞ്ഞിട്ടാണ് സുരഭി അഭിഷേകം ചെയ്തു, ഇന്ദ്രൻ അഭിഷേകം ചെയ്തു. അപ്പം അന്ന് മുതലാണ് ഭഗവാൻ ഗോവിന്ദനായിട്ട് അങ്ങോട്ട് തീർന്നതെന്നാണ്. അപ്പോൾ ഗോവിന്ദ പട്ടാഭിഷേകം വായിച്ചു കഴിഞ്ഞാൽ അത് 64ാമത്തെ ദശകമാണ്. 64ാമത്തെ ദശകം ദിവസേന വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമൃദ്ധിയാണെന്ന്, എല്ലാ സമൃദ്ധി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പോരായ്മ ഉണ്ടാവില്ല. ഏതെല്ലാം തരത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോരായ്മകൾ, ഒരു പോരായ്മ ഉണ്ടാവില്ല. സമ്പത്തിനായാലും ശരി, ധനത്തിനായാലും ശരി, ആരോഗ്യത്തിനായാലും ശരി, എല്ലാവിധ സമൃദ്ധി ഉണ്ടാക്കുന്നതാണ് ഗോവിന്ദ പട്ടാഭിഷേകം. അതുകൊണ്ട് 64ാമത്തെ ദശകം നിത്യേന വായിക്കുന്നവർക്ക് നേരെ ആ സമൃദ്ധി ഉണ്ടാകും. യാതൊരു അർത്ഥമില്ല. 10 ദശകമേ ഉള്ളൂ നമുക്ക് വായിക്കാനായിട്ട്. അത്രയും സമയം മതി. 5 മിനിറ്റ്, അപ്പോൾ 10 മിനിറ്റ് എടുത്താൽ 10 ദശകം നല്ല സുന്ദരമായിരിക്കുന്ന ഈണത്തിൽ നേരെ വായിക്കാവുന്നതാണ് നാരായണീയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകും, ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവില്ല. അതാണ് ഗോവിന്ദ പട്ടാഭിഷേകത്തിലേക്ക് വരിക. പിന്നെ ഗോവിന്ദ പട്ടാഭിഷേകം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് നേരെ രുക്മിണി സ്വയംവരം തുടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് വരിക. അത് വിവാഹത്തിന് വേണ്ടിയിട്ടാണ് വരിക. അപ്പോൾ നേരെ ത്രിദിവവർദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്ന രുക്മിണി ദേവിയുടേതാണ്. ത്രിദിവവർദ്ധകി എന്ന് പറഞ്ഞിട്ട് ആ രുക്മിണിയുടെ സൗന്ദര്യം പറഞ്ഞിരിക്കുന്നതും, അപ്പോൾ 3 ലോകത്തെയും സൗന്ദര്യമുള്ളതായിരിക്കുന്ന രുക്മിണി ദേവിയുടെ സൗന്ദര്യം കാണുന്നതും, അതൊക്കെ തന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രുക്മിണി സ്വയംവരം നമ്മൾ വായിക്കുക. പിന്നെ സന്താനഗോപാലാണ് 88ാമത്തെ ദശകത്തിൽ പറയുക. അപ്പോൾ സന്താനഗോപാലാണ്. സന്താനഗോപാലത്തിലാണ് ഭഗവാൻ നേരെ അവിടെ പോയിട്ട് കൃഷ്ണനെയും അർജുനനെയും കൂട്ടിയിട്ട് സന്താനഗോപാലത്തിലെ ഉണ്ണികളെ കൊണ്ടുവന്ന ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം വായിക്കുമ്പോൾ നേരെ സന്താനഗോപാലം ദ്വാരകയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൃഷ്ണാർജുനന്മാർ ഭഗവാന്റെ രഥത്തിൽ അങ്ങോട്ട് പോയി എന്നാണ്. അപ്പം അങ്ങനെ പോയ സമയത്താണ് നേരെ അവിടെ ഭഗവാനെ കണ്ടുന്നതാണ്. ഭോഗീന്ദ്രശാഖിയായിരിക്കുന്ന ഭഗവാനെ കാണുന്ന ഭാഗമാണ്. അപ്പോൾ നേരെ അദൃശ്യത എന്നങ്ങോട്ട് പറയും, അദൃശ്യത അഷ്ടഭുജ. അപ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന ആ ഭഗവാന്റെ ആ രൂപങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നേരെ നമുക്ക് സന്താനങ്ങളുടെ കുറവുണ്ടാവില്ല, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവും. അതാണ് സന്താന ഗോപാലത്തെക്കുറിച്ച് പറയുന്ന ഭാഗം. അതാണ് 88. അതുവരെയുള്ള ഭാഗങ്ങളാണ് കൂടുതൽ നമുക്ക് ഈ മനുഷ്യന് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി വായിക്കാവുന്നത്. പിന്നീട് ഉപദേശ ഭാഗങ്ങളിലേക്കാണ് വരിക.
അപ്പോൾ ഉപദേശഭാഗങ്ങളുടെ അവസാനത്തെ അധ്യായങ്ങൾക്ക് ഉപദേശഭാഗമാണ്. പിന്നീട് നേരെ ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്ന ആ 98, 99 കഴിഞ്ഞാൽ പിന്നീട് നേരെ പ്രത്യക്ഷ ദർശനം, ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷദർശനം കിട്ടുന്നതാണ്. അത് ദിവസേന വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ രാവിലെ ഉണരുന്ന സമയത്ത് 100-ാമത്തെ ദശകം വായിക്കാം. അതല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് 100-ാമത്തെ ദശകം വായിക്കാം. അപ്പോൾ രണ്ടും ഗുണം തന്നെയാണ്. കാരണം അവസാനം അതിലാണ് നേരെ യോഗീന്ദ്രാണാം ത്വതങ്കേഷു അധിക സുമധുരം മുക്തിഭാജാനിവാസോ ഭക്താനാം കാമവർഷ ദ്വിതരുകസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ. അപ്പോൾ നിശേഷ രോഗാൻ എന്ന് പറയുന്ന ആ ശ്ലോകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ പാദം ഉണ്ടാകട്ടെ. യോഗികൾ പോലും ആ പാദമാണ് മനസ്സിൽ ഭജിക്കുന്നത്. അപ്പം നിശേഷ രോഗാൻ പ്രതിഷ്ഠിത പരമാനന്ദ സന്തോഹ ലക്ഷ്മി എന്നാണ്. പരമാനന്ദമാണ് നമുക്ക് ഉണ്ടാകുക, സന്തോഹ ലക്ഷ്മി, ഐശ്വര്യം, അഭിവൃദ്ധി എല്ലാം ഉണ്ടാകുന്നതാണ്. അതാണ് യോഗീന്ദ്രാണാം എന്നുള്ള ആ ശ്ലോകത്തിലെ ആ പ്രധാനം. പിന്നെ നാരായണീയത്തിൻ്റെ സമർപ്പണമാണ് ആയുരാരോഗ്യ സൗഖ്യം നേരെ ചോദിച്ച് വാങ്ങിക്കുന്നത്. പക്ഷേ യോഗീന്ദ്രാണാം എന്നുള്ള ഒറ്റ ശ്ലോകം വായിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ എന്നാണ്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വന്നിരിക്കും എന്നാണ് ഉറപ്പിക്കുക. ഭഗവാൻ തന്നെ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആയുസ്സും ആരോഗ്യമൊക്കെ സൗഖ്യം തന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. അതാണ് ആ സമർപ്പണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ദശകങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൽ ആ ദശകം പൂർണ്ണമായിട്ട് വായിക്കുന്നതാണ്. ശ്ലോകം മാത്രം വായിച്ചു പോയാലും മതി. പക്ഷേ ആ ഓരോ ദശകത്തിന് പ്രാധാന്യമുണ്ട്. 10 ദശകം എന്ന് പറയുമ്പോൾ നേരെ ആ 10 ദശകങ്ങളായിട്ട് 10 ശ്ലോകങ്ങളുള്ളതാണ് ഒരു ദശകം എന്ന് പറയും. അപ്പോൾ 10 ഗുണിതങ്ങളാണ്. കാരണം ഋഗ്വേദ മന്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം അതങ്ങനെ എഴുതിയിരിക്കുക, ഭട്ടതിരിപ്പാട് എഴുതി. കാരണം ഋഗ്വേദത്തിൽ നേരെ 10 മണ്ഡലങ്ങൾ. അപ്പോൾ ഓരോ മണ്ഡലത്തിനും ഇത്തരത്തെ ശ്ലോകങ്ങളുണ്ടാകും. പക്ഷേ 10 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് ദശകം എന്നുള്ള പദം കൊടുത്തത്. അപ്പോൾ അതാണ് നേരെ അത് വേദതുല്യമാണ് എന്ന് പറയാൻ കാരണം. നാരായണീയം നേരെ വേദതുല്യമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് വേദതുല്യമായിരിക്കുന്ന നാരായണ ഋഗ്വേദ തുല്യമായിട്ട് ഋഗ്വേദത്തിലെ പറഞ്ഞ പോലെ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരെ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദം ചൊല്ലിയ ഫലവും കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടേതായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകും. നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കും. അത് ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നാരായണീയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നാരായണീയം നമുക്ക് വായിക്കണമെങ്കിൽ സാധാരണ ഒരു 5 മണിക്കൂർ കൊണ്ട് നാരായണീയം വായിക്കുന്ന ആ സമ്പ്രദായമുണ്ട്. അത് കുറച്ച് വേഗത്തിലാണ്. അപ്പോൾ കുറച്ചും കൂടി സാവകാശത്തിൽ നാരായണീയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാരായണീയത്തിലെ ഓരോ ശ്ലോകത്തിനും ഓരോ വൃത്തങ്ങളുണ്ട്. ആ വൃത്തം അനുസരിച്ചിട്ട് വായിക്കണം എന്നാണ് പറയുക. ഇപ്പോൾ ഒന്നാമത്തെയൊക്കെ തന്നെ അധ്യായങ്ങളൊക്കെ പറഞ്ഞ് ഒന്നാമത്തെ ദശകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ 21 അക്ഷരങ്ങളതായിരിക്കുന്ന ശ്രദ്ധരാവൃത്താണ്. അപ്പോൾ ആ ശ്രദ്ധരാവൃത്തത്തിൻ്റെ അപ്പോൾ അതിൻ്റെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം എന്നാണ്. അതനുസരിച്ചിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ 7 7 എന്ന് പറഞ്ഞിട്ട് 7 7 7 7 അങ്ങനെ 3 ഭാഗത്തായിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടും. അപ്പോൾ വളരെ സ്പീഡിൽ വായിക്കുന്നതിന് പകരം ആ വൃത്താനുസരം വായിക്കാം. അതല്ലെങ്കിൽ രാഗത്തിനനുസരിച്ചിട്ട് നാരായണീയം വായിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ദശകം വായിക്കുമ്പോൾ മലയമാരുത എന്ന രാഗമാണ് പറയുക. അപ്പോൾ മലയമാരുതൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മലയപർവ്വതത്തിലെ ആ ഒരു ചെറിയ ഒരു കാറ്റ്, ഇളങ്കാറ്റാണ്. അപ്പോൾ ആ ഇളങ്കാറ്റ് ഇങ്ങനെ വീശുന്ന ഒരു സുഖമാണ് നമുക്ക് മലയമാരുത രാഗത്തിൽ വായിച്ചാൽ കിട്ടുക. അതേപോലെ തന്നെ മറ്റേതിലേക്ക് വരുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് മോഹനരാഗത്തിലുണ്ട്, ഹിന്ദോളത്തിലുണ്ട്, എല്ലാം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ ചില രാഗങ്ങൾ ഇപ്പോൾ രാസക്രീഡയിൽ നേരെ ഹിന്ദോളത്തിൽ വായിക്കുന്ന രൂപത്തിലുണ്ട്, മോഹനത്തിൽ വായിക്കുന്ന രൂപത്തിലുണ്ട്. അപ്പോൾ എല്ലാ രാഗങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് വായിക്കാം. അതല്ലെങ്കിൽ വൃത്തത്തിനനുസരിച്ചുള്ളതായിരിക്കുന്ന ആ ഒരു ഭാവത്തിൽ വായിക്കാം. അപ്പോൾ അത് സാവകാശം വായിക്കും തോറും നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാനങ്ങൾ പ്രവേശിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാരായണീയം തുടങ്ങിയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ എന്നാൽ ശീഘ്രി എന്നാണ് പറയുക. എന്നാൽ ശീഘ്രി എന്ന് പറയും. അതിവേഗത്തിൽ വായിക്കാനായിട്ട് പാടില്ല. ശിരക്കമ്പി പിന്നെ വിരോധമില്ല, എല്ലാം ആസ്വദിച്ച് വായിക്കാം. അപ്പോൾ ആസ്വദിച്ച് വായിക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ ആസ്വദിച്ച് വായിക്കുമ്പോൾ നമ്മളല്ല ആസ്വദിക്കേണ്ടത്,
നേരെ ഭഗവാനിലാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ശീഘ്രി ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരും എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരില്ല എന്നാണ്. രണ്ട് തരത്തിലുള്ള സമ്പ്രദായമുണ്ട്. വൃത്താനുവൃത്തമായിട്ടുള്ളതായിരിക്കുന്ന പാരായണ സമ്പ്രദായമുണ്ട്, രാഗാനുരാഗമായിട്ടുള്ളതായിരിക്കുന്ന പാരായണ സമ്പ്രദായങ്ങളുമുണ്ട്. ഇപ്പോൾ രണ്ട് രൂപത്തിലായാലും നാരായണീയം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സാന്ദ്രാനന്ദാവബോധം എന്ന് പറയുന്നതായിരിക്കുന്ന അവബോധം നമ്മുടെ മനസ്സിൽ സാന്ദ്രമായിരിക്കുന്ന ആനന്ദമാണ്, കട്ട പിടിച്ച ആനന്ദമാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാകും. അതാണ് ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്ന അത് കാരണം. അപ്പോൾ ഇതങ്ങ് എടുത്തു കഴിഞ്ഞാൽ സാന്ദ്രാനന്ദ ബോധം നമുക്കുണ്ടാകുന്ന അതാണ്. അവസാനം നമുക്ക് നേരെ ഭഗവാൻ നമ്മുടെ ആ ഭഗവാന്റെ പാദങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നിരിക്കും. അതാണ് നേരെ അങ്ങയുടെ ചിത്തസ്ഥിതം മേ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ പാദങ്ങൾ നമ്മുടെ ഹൃദയം, ഭഗവാന്റെ പാദങ്ങളിലാണ് എല്ലാ വിഭൂതികളും ഉള്ളത്. അപ്പോൾ സർവ്വവിഭൂതികളും നമ്മുടെ ഉള്ള ഭഗവാന്റെ പാദം നമ്മുടെ ഹൃദയത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കും ആ വിഭൂതികൾ കിട്ടും. അങ്ങനെയാണ് നാരായണീയത്തിനെ സമർപ്പണമായിട്ട് പറയുന്നത്.